ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നോമ്പ് തുറ വിശേഷം കാണാം. 15ാമത്തെ ഇന്നലത്തെ നോമ്പിൻ്റെയാണ്. ഞാൻ കാര്യമായിട്ട് ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം ഇന്നലത്തെ വീഡിയോ കേട്ടോ. ഇത് ഞാൻ രാവിലെയാണല്ലോ വീഡിയോ ഇടുന്നത്. ഇക്ക പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ സമൂസയ്ക്ക് ഞാനിന്ന് ഇതേപോലെ പച്ചക്കറി കാര്യം വന്നപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയപ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചു ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് സമൂസ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതിനൊക്കെ സെറ്റാക്കി ഉള്ളിയൊക്കെ നല്ല വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും എനിക്ക് എന്തിലും മല്ലിയിലയും കറിവേപ്പിലയും ഇടണം എന്നാൽ തന്നെ ഒരു തൃപ്തി കിട്ടുള്ളൂ. പക്ഷേ മല്ലിയില പച്ചക്കറിക്കാരത്ത് മല്ലിയിലയില്ല. എൻ്റെ അടുത്തുള്ളത് കഴിഞ്ഞു. കറിവേപ്പില മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കറിവേപ്പില ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതേ. ഇടയ്ക്കൊക്കെ അങ്ങനെ പോട്ടെ അല്ലേ. എന്നിട്ട് പിന്നെ പൊറോട്ടയൊക്കെ അവിടെ റെഡിയാക്കി എടുത്ത് വെച്ചു. ബീഫൊക്കെ കുറച്ച് മാത്രമേ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം നോമ്പ് തുറന്ന പൊറോട്ടയൊന്നും അങ്ങനെ ആരും കഴിക്കില്ലല്ലോ. എന്നാലും എനിക്ക് പെട്ടെന്ന് പൊറോട്ട കഴിക്കണമെന്ന് തോന്നി. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. ഉണ്ടാക്കണില്ലക്ക പൊറോട്ട വാങ്ങിയിട്ട് വരുമോ ചോദിച്ചപ്പോൾ ഒക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊണ്ട് തരുമൊക്കെ ചെയ്യട്ടോ. അതിലൊക്കെ ഹാപ്പിയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ പോട്ടെ. എന്നിട്ട് അങ്ങനെ മസാലയൊക്കെ കൂട്ടി റെഡിയാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ടൊരു മസാല സമൂസയ്ക്കുള്ളത്. ഇതിൽ ഗ്രീൻ പീസും കൂടി ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. ഗ്രീൻ പീസ് ഉണ്ട്. ഞാൻ പിന്നെ വെള്ളത്തിലിടാൻ മറന്നു. ഉച്ചയ്ക്കാണ് ആ പച്ചക്കറിക്കാരൻ വന്നത്. ഒരു 1:30 മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത്. അപ്പോൾ പിന്നെ വീടിൻ്റെ അപ്പുറത്തേക്കെല്ലാം വരും കേട്ടോ. പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ആണ് ഇതിൻ്റെ ഓർമ്മ വന്നത്. നമ്മൾ ഗ്രീൻ പീസും കടലയൊക്കെ രാവിലെ ഇട്ടാൽ തന്നെ ഒന്നും കൂടി നല്ല കുതിർന്ന് വേഗം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല. പിന്നെ ഒന്ന് തരി കാച്ചണം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ തരി കാച്ചിട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വീട്ടിൽ പോയിട്ട് നോമ്പറക്കെല്ലാം പോയി കണ്ടപ്പോൾ എനിക്കത് കഴിച്ചപ്പോൾ നന്നായി പറ്റി. നല്ല കട്ടിയാവും കേട്ടോ അത്. എന്നിട്ട് അത് അവിടെ നെയ്യിൽ റവയും സേമിയയും കൂടി വറുത്ത് വെച്ചു. പാലത് അടുപ്പത്ത് വെച്ച് അത് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇന്നിപ്പോൾ രസമില്ല. അപ്പോൾ നല്ല മുരിങ്ങക്കായും ഇപ്പം പറഞ്ഞില്ല പച്ചക്കറി വന്നല്ലോ. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അതൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് നല്ല മൂങ്ങാണ്ടിന് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും സ്രാവ് മീനും ചോറും മതി. ചോറൊക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാലിവിടെ തിളച്ചതായപ്പോൾ റവയും സേമിയയും ഞാൻ അതിലേക്ക് കൊട്ടി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുത്തു. പിന്നെ അതിലേക്ക് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടി നെയ്യിൽ വറുത്തിട്ട് ഒഴിച്ചു കേട്ടോ. കുറച്ച് കട്ടിയായാലും അതിങ്ങനെ നല്ല സ്പൂണോട് കൂള് പോലെ ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി എന്തായാലും പറ്റും കേട്ടോ. ഇത് മറ്റേ തരി കാച്ചില്ലേ അതല്ല കേട്ടോ. വെല്ലമൊക്കെ ഇട്ട് അതല്ല. ഇത് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ പൊറോട്ടയും തണ്ണിമത്തനും സമൂസയും എല്ലാം ടേബിളിൽ കൊണ്ടുപോയി റെഡിയാക്കി വെച്ചു. ആ കറിയിൽ ഞാൻ മുട്ടയും പുഴുക്കിയിട്ടു കേട്ടോ. തരി ഉണ്ടാക്കി ശരിക്കും ഒരു കൂള് പോലെ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇൻഷാ അല്ലാഹ് നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.